വയനാട്ടിൽ RMSA പദ്ധതി പ്രകാരം അനുവദിച്ച ഹൈസ്കൂളുകളുടെ നടത്തിപ്പ് പ്രതിസന്ധിയിലാകുന്നു. ആവശ്യത്തിന് അധ്യാപകരും ജീവനക്കാരും ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അധ്യാപകരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പേരിയ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ ക്ലാസ് നടത്തി പ്രതിഷേധിച്ചു. പേരിയ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 300-ലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രകടനമായി എത്തിയാണ് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത്. 12 അധ്യാപകർ വേണ്ട സ്കൂളിൽ നിലവിലുണ്ടായിരുന്നത് 6 അധ്യാപകർ മാത്രം. ഇതിൽ ഒരാളെ കൂടി സ്ഥലം മാറ്റിയതോടെയാണ് കുട്ടികളും രക്ഷിതാക്കളും സമരത്തിനിറങ്ങിയത്. ഒരു അധ്യാപികയെ ബയോളജി അധ്യാപികയെ പിൻവലിച്ചു. ഒരു അധ്യാപികയോട് ട്രാൻസ്ഫർ ആയിപ്പോയി. ഡെയിലി വേജസിൽ നമ്മൾ വെക്കാൻ നോക്കുമ്പോൾ അതിന് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അധ്യാപകരില്ലാത്തതിനാൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളടക്കം വെറുതെ ഇരിക്കുന്ന അവസ്ഥയാണുള്ളതെന്ന് കുട്ടികൾ പറയുന്നു. ക്ലർക്കില്ലാത്തതുകൊണ്ട് ക്ലർക്കിന്റെ ഡ്യൂട്ടിയും ചെയ്തത് ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സ് ചില സമയത്ത് ക്ലാസ്സിൽ ഓഫീസ് റൂമിലൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഞങ്ങൾ ഫ്രീ ആയിരിക്കും. ആ സമയം തന്നെ ക്ലാസ്സിലൊരു 4-5 പീരീഡ് ഞങ്ങൾ ഫ്രീ ആയിരിക്കും. പ്രതിഷേധത്തിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസിന് മുന്നിൽ ക്ലാസും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. റിപ്പോർട്ടർ, വയനാട്.